സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? ക്ലീൻനെസ് ഈസ് ഹെവൻലിനെസ് നമ്മൾ പറയാറുണ്ട്. ദെൻ എങ്ങനെയാണ് ഒരു ഷോപ്പ് അലോട്ട് ചെയ്യുന്നത്? ഒരു ഷോപ്പ് അലോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അപ്ലിക്കന്റ് ഒരിക്കലും ഒരു ഡയറക്ട് സെല്ലർ ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ നിർബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇൻകം ഒരേ ഐഡിയിൽ വരും, ഒരേ പേരിൽ വരും. അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഹസ്ബൻഡിന്റെ പേരിൽ ഐഡി ഉണ്ട്, ഐഡിയ ആണ് ഡെവലപ്പ് ചെയ്യാൻ ആ ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്നെങ്കിൽ വൈഫിന്റെ പേരിൽ ഷോപ്പ് എടുക്കുക. അതാണ് നല്ലത്. അല്ലെങ്കിൽ കൂടുതൽ തലവേദന, ആ തലവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, ആ തലവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് സുജിസാറ്. അത് അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുക. 2 ഇൻകം ഒരേ ഐഡിയിൽ വരുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഓൺലൈനിൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. www.rcmobile.com പോയിട്ട് നമുക്ക് അതിന്റെ ഫോമാറ്റ് ഞാനിത് കാണിച്ചു തരാം. അതിൽ നമ്മുടെ ബേസിക് ഡാറ്റാസ് എല്ലാം അപ്ലോഡ് ചെയ്യണം, ഐ ഡി പ്രൂഫ്, അഡ്രസ് പ്രൂഫ്. അപ്പൊ ഇതൊക്കെ എന്തൊക്കെ വേണം എന്നുള്ളത് ആദ്യം ആ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പേജ് ഫില്ല് ചെയ്തു, അടുത്ത പേജ് ഫില്ല് ചെയ്യുമ്പോഴേക്ക് എന്തൊക്കെ വേണമെന്ന് അറിയില്ല. അപ്പൊ എല്ലാം മുൻകൂട്ടി റെഡി ആക്കി വെക്കുക. നമ്മുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അറൗണ്ട് ഏറ്റവും ഒടുവിലത്തിന്റെ തൊട്ട് മേലെയായിട്ട് അങ്ങനെ ഒരു കോളം ഉണ്ടായിരിക്കും. അതിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇത് നമുക്ക് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ സീനിയർ ലീഡേഴ്സ് അത് പറഞ്ഞു തരും. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ് അതിൽ വേണ്ടതെന്നുള്ളത്. സോ PUC അപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യുന്നു. അതിൽ ഒരു റോയൽറ്റി അച്ചീവറും ടെക്നിക്കൽ അച്ചീവറും അതിൽ സൈൻ ചെയ്യണം. സൈൻ ചെയ്യാനുള്ള എല്ലാം ഓൺലൈനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരുടെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ മൊബൈലിലേക്ക് ഒരു OTP ചെല്ലും. OTP ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവർ സൈൻ OTP അതിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സൈൻ ചെയ്യുന്നത് തുല്യമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഷോപ്പിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. പലർക്കും അത് അറിയില്ല. അത് ഇറ്റ് ഈസ് ക്വൈറ്റ് അൺഫോർച്ചുനേറ്റ്. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അപ്പൊ അത് വെരിഫൈ ചെയ്യണം. ഞാനത് പറഞ്ഞു. ആപ്ലിക്കന്റ്, റോയൽറ്റി അച്ചീവർ, ടെക്നിക്കൽ അച്ചീവർ അത് വെരിഫൈ ചെയ്യണം. എല്ലാം ക്ലിയറൻസിന് ശേഷം നമ്മൾ അതിന്റെ ഒരു റിഫണ്ടബിൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 10,000 രൂപ കൊടുക്കണം. പ്ലസ് നമ്മുടെ അതിനൊരു സ്കെച്ച് കൊടുക്കണം. ആ റൂമിന്റെ സൈസ് അനുസരിച്ച് നമ്മൾ സ്കെച്ച് കൊടുക്കണം. ആ റൂമിന്റെ സൈസിന്റെ ഫ്രണ്ടേജ് ഏരിയ അനുസരിച്ച് എത്ര സൈസുള്ള ബോർഡ്, 6x3 നമ്മൾ സാധാരണ, ചിലപ്പോൾ 8x3 ഒക്കെ ഉണ്ടാവും. അപ്പൊ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് 438 രൂപ പെർ സ്ക്വയർ ഫീറ്റിന് വില വരുന്ന രീതിയിൽ അതും കൂടി നമ്മൾ അടയ്ക്കണം. പ്ലസ് റാക്കിന്റെ വില അത് കമ്പനി തന്നെ ഏകദേശം അറിയിക്കും. അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് എത്രയാണോ വരുന്നതിന് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് അടയ്ക്കാം. ദെൻ ഓൺ റെസിപ്റ്റ് ഓഫ് കമ്പനി വിൽ അലോട്ട് PUC കോഡ് ആൻഡ് പാസ്വേഡ്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി ഒരു PUC നമ്പർ അലോട്ട് ചെയ്യും. 14 ദിവസത്തിൽ 2 ആഴ്ചക്കുള്ളിൽ നമ്മൾ 5 ലക്ഷം രൂപയുടെ മിനിമം പർച്ചേസ്. ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ പർച്ചേസ് ഒന്നുമല്ല. മുൻപ് ഏകദേശം ഒരു 200-300 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്ന സമയത്താണ് ഇതൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഒരു സെഗ്മെന്റിന്റെ മാത്രം പ്രൊഡക്റ്റ് എടുത്താൽ 5 ലക്ഷം മതിയാവില്ല. കാരണം ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ധാരാളം ആളുകൾ ഇന്ന് രാവിലെ ഒരു PUC ഓണർ എന്നെ വിളിച്ചു പറഞ്ഞു, വണ്ടിക്കാരൻ വണ്ടി ചാർജ് കൂട്ടി, കമ്മീഷൻ കൂട്ടി. നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത് ഷോപ്പിലെ സെയിൽ മാത്രം കൂട്ടാനല്ല, ഒരു ടീം ബിൽഡ് ചെയ്യാനാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കും. പഴയ PUCയുടെ ബെനിഫിറ്റ് ഇത് ഒരുപക്ഷെ കാര്യമായിട്ട് ആരും വിഷ്വലി കാണിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഈ പറഞ്ഞ 13-ന് ശേഷം നടന്ന PUCയുടെ ഫിസിക്കൽ പ്രോഗ്രാമിൽ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നിട്ട് നമ്മളിപ്പോൾ ഇല്ല എന്ന് പറയുന്നതൊന്ന് മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. 2007 മുമ്പ് ജോയിനിങ് കിറ്റിന് 5% കമ്മീഷൻ. എങ്ങനെയാ വണ്ടിയോട്? റീപർച്ചേസിന് 6% കമ്മീഷൻ. ഒന്ന് ജോയിനിങ് കിറ്റ്, റീപർച്ചേസ്. 2007 വന്നപ്പോൾ ജോയിനിങ് രണ്ടും 7% മാറ്റി. 2009 വന്നപ്പോൾ ആട്ടയ്ക്ക് ഓയിലിനും 7%, മറ്റെല്ലാ പ്രൊഡക്റ്റുകൾക്കും 8%. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് മൂർത്തി സാർ പലപ്പോഴും പല ക്ലാസ്സിലും പറയാറുണ്ട്. 2007 എലൈറ്റ് ചായപ്പൊടി 500 ഗ്രാമിന് 65 രൂപ. അതിന്റെ 7% കമ്മീഷൻ കിട്ടിയത്. 4 രൂപ 55 പൈസന് 65 രൂപയുടെ ചായപ്പൊടി കിട്ടും. ഇന്ന് അതേ ചായപ്പൊടി 236 രൂപ. അതിന് 8%. സാധാരണ നന്നായിട്ട് സെയിൽ ചെയ്യുന്നവർ 9% കിട്ടും. അത് ഇൻസെന്റ് ഞാൻ കൂട്ടിയിട്ടില്ല. 18 രൂപ 88 പൈസ. എത്ര മടങ്ങ് ബെനിഫിറ്റ് ഉണ്ട്. പലരും പറയാറുണ്ട് സംഗതിയൊക്കെ ശരിയാണ്, അറയലുണ്ട്, അളവിലുണ്ട്, പത്തായത്തിലില്ല. അങ്ങനെ ഒരു ചൊല്ല് പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ അവസ്ഥ. അപ്പോൾ ഇത് 18 പോയിന്റ്, പിന്നെ അതിന്റെ 1.5% കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 20 ക്രോസ് ചെയ്യും. അപ്പൊ ഏകദേശം 5 മടങ്ങോളം നമുക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ നമ്മൾ ഈ ബെനിഫിറ്റിനെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. പല ആളുകളും PUC പറഞ്ഞിരിക്കുക, അതിനപ്പുറത്തേക്ക് നമുക്കൊന്ന് കടക്കാൻ സാധിക്കണം. അന്നും ഇന്നും ചായപ്പൊടിയുടെ പർപ്പസ് സെയിം, ചായപ്പൊടിയുടെ ഉപയോഗം സെയിം ആണ്. 500 ഗ്രാം ഉപയോഗിക്കുന്നത് ചിലപ്പോൾ 500 കുറച്ചുകൂടി കൂടുതൽ ഉപയോഗിക്കും. അപ്പോ അന്ന് സെയിൽസ് ബെനിഫിറ്റ് ഇൻക്രീസ് വിത്തൗട്ട് ഇൻക്രീസ് ഇൻ കസ്റ്റമർ ബേസ് അല്ലെ. ഒരേ വ്യക്തി തന്നെ അത്ര തന്നെ ആളുകൾ ഇന്നുണ്ടായിരുന്നെങ്കിലും നമുക്ക് ബെനിഫിറ്റ് കൂടി. ശരിയാണ്, കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് കൂടിയിട്ടുണ്ട്, കൺസ്യൂമേഴ്സ് പ്രൈസ് ഇൻഡെക്സ് കൂടിയിട്ടുണ്ട്, ജീവിത ചെലവ് കൂടി. അപ്പൊ വരുമാനം കൂട്ടുന്ന വഴി നമുക്ക് ഇതിന്റെ കൂടെ ഉണ്ട്. ഒരാളോടും നമ്മൾ പറയുന്നില്ല RCMന്റെ ഷോപ്പ് മാത്രം. അങ്ങനെ എനിക്ക് RCM ഷോപ്പ് നടത്തി വടക്കാഞ്ചേരി അടിപൊളി ഒരു ഷോപ്പ് മാത്രമായിട്ട് കഴിയാമായിരുന്നു. അതല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത്
അത് നിങ്ങളുടെ ടീം ബിൽഡ് ചെയ്യാൻ ഒരു വേദിയാണ്. സോ സെയിൽസ് ബെനിഫിറ്റ് ഇൻക്രീസ് വിതൗട്ട് ഇൻക്രീസ് കസ്റ്റമർ ബേസ്. PV അന്ന് 33 ഇന്ന് 116 4 മടങ്ങ് വർധനവ്. പക്ഷേ അന്നത്തെ റോയൽറ്റി കണ്ടീഷൻ ഇന്നത്തെ റോയൽറ്റി കണ്ടീഷൻ സെയിം ആണ്. എ സൈഡ് മിനിമം 3.5 ലക്ഷം വരണം, സെൽഫും ബി സൈഡും കൂടി 1.15 വന്നാൽ റോയൽറ്റി. ഓക്കെ, അന്ന് 6%, ഇന്ന് 8% റോയൽറ്റി. ആലോചിച്ച് നോക്കുക. അപ്പോ കാര്യങ്ങൾ ഇന്ന് കുറച്ചുകൂടി ഈസിയാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, നമ്മള് അതിനെ സീരിയസ് ആയിട്ട് എടുക്കില്ല. ഷോപ്പ് എന്ന് വെച്ചാൽ ഷോപ്പ്, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. പലപ്പോഴും പല ഷോപ്പുകളും ഡയറക്ട് മാർക്കറ്റിംഗ് ആണ്, പക്ഷെ ചെയ്യുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതിയിലാണ്. സാധനങ്ങൾ കൊടുക്കുക, പൈസ വാങ്ങിക്കുക, സാധനങ്ങൾ കൊടുക്കുക, പൈസ. അതിനപ്പുറത്തേക്ക് കിടക്കുന്നില്ല. പ്രൊഡക്റ്റ് ഡേ ടു ഡേ നമ്മളിപ്പോൾ 5000 പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാകുന്നത്, പക്ഷേ ഡെയിലി യൂസബിൾ അല്ലാതെ. പക്ഷേ ഡെയിലി യൂസബിൾ ആയിട്ടുള്ള 400ഓളം പ്രൊഡക്റ്റ് ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ 30 പ്രൊഡക്റ്റ്. ഇന്ന് പുതിയതായിട്ട് വന്ന ഒരാൾ ആർസിമിനെ പരിചയപ്പെടുമ്പോൾ 400 ഡെയിലി യൂസബിൾ പ്രൊഡക്റ്റ്, അറൌണ്ട് 5000+ ഓൾ ടുഗദർ പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസിയാണ്. എന്നിട്ടും നമ്മൾ ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ ഇതിനെ സീരിയസ് ആയിട്ട് എടുത്ത്. PUC നമ്മൾ പർച്ചേസ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് PUC കമ്മീഷൻ വന്നില്ല. PUC കമ്മീഷൻ വരില്ല, അത് പ്രൊഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. 2014 മുതൽ ആട്ടയ്ക്ക് ഓയിലും 7%, FMCGക്ക് 8%, ടൂൾസ് 10%. അത്രയും ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഉൽപ്പന്നങ്ങൾ ഡിപ്പോയിൽ നിന്ന് കിട്ടുന്നത്. ആട്ട 7, FMCG 8. അപ്പൊ നോക്കിക്കോളൂ, ടൂൾസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഒരു ആവറേജ് ഒരു 7.5%. കാരണം ആട്ടയും ഓയിലും കൂടിയുള്ള സെയിലും ഏകദേശം മറ്റെല്ലാ പ്രൊഡക്റ്റ് സെയിലും ഏകദേശം ഈക്വൽ ആയിരിക്കും, ഏകദേശം ഒരു 7.5%. ദെൻ സെയിൽസ് ഇൻസെന്റീവ് ഏപ്രിൽ സെപ്റ്റംബർ സൈക്കിളിൽ, ഒക്ടോബർ മാർച്ച് അർദ്ധവാർഷിക കണക്കെടുപ്പില് നമ്മുടെ സെയില് 12 ലക്ഷം ആവറേജ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് 1% എക്സ്ട്രാ ഇൻസെന്റീവ് കിട്ടും. മൊത്തം സെയിൽ 25 ലക്ഷം വന്നു കഴിഞ്ഞാൽ 1.5% കിട്ടും എക്സ്ട്രാ ഇൻസെന്റീവ്. അപ്പൊ എത്ര? 7+ 1 9% ആവറേജ്. ആലോചിച്ച് നോക്കുക, 50 ലക്ഷത്തിന്റെ ടേൺ ഓവർ ആനുവലി വരുന്ന ഒരു ഷോപ്പിന് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് എന്തായാലും അവർക്ക് എന്ത് കിട്ടും? എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. 50 ലക്ഷത്തിന്റെ 9%. അപ്പൊ ഒരു മാസത്തേക്ക് എത്ര വന്നു? 37,500. അങ്ങനെ എല്ലാ ചെലവും കൂടിയിട്ട് ഒരു 10-20,000 അല്ലെങ്കിൽ 25,000 കൂട്ടിക്കോളൂ. എന്നാലും ചെറിയൊരു ഇൻകം ബാക്കി കിട്ടും. പക്ഷെ ഇത് ഏത് രൂപത്തിലാണ് വരുന്നത്? പ്രൊഡക്റ്റ് രൂപത്തിലാണ്. നമ്മളത് കാണാറില്ല. പറ്റുന്ന എന്താ ചെയ്യുക, നമ്മൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ മീൻസ് നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഷോപ്പിൽ നിന്ന് എടുക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് ഒരിക്കലും നമ്മൾ പൈസ അവിടെ ഇടുന്നു അല്ലേ? അങ്ങനെ ഷോപ്പിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ എടുത്ത് 10 മാസം സൂപ്പർ ഡയമണ്ട്, സ്റ്റാർ ഡയമണ്ട് ക്ലബ് ഒക്കെ ചെയ്ത് കടയിൽ പ്രൊഡക്റ്റ് ഇല്ല, കച്ചവടം നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ PUCക്കാർ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ അവർ വേറെ ജോലിക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇത് പെർ മന്ത് ഇൻകം ആണെങ്കിൽ ഇതിൽ നമുക്ക് എക്സ്പെൻസ് ഉണ്ട്. കടയ്ക്ക് സാലറി, സ്റ്റാഫിന് സാലറി കൊടുക്കണം, ഇന്റർനെറ്റ് വേണം, കമ്പ്യൂട്ടർ വേണം, പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ, കുറച്ച് ഡാമേജ് വരും, കുറച്ച് ആളുകൾ ചിലപ്പോൾ പറ്റുകൊണ്ടുപോകും, അങ്ങനെയൊക്കെ സംഭവിക്കും. എല്ലാ കാറ്റഗറി ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. 96 ലക്ഷത്തിന്റെ സെയിൽ വന്നാൽ ജസ്റ്റ് 9% വെച്ച് കൂട്ടിയാൽ മതി. ഒരു മാസത്തെ ഇൻകം 72,000. വേണ്ട, 50,000 നിങ്ങൾ ചെലവ് കൂട്ടിയൊരു 22,000 രൂപ അവിടെ കിട്ടില്ലേ? നമ്മുടെ നാട്ടില് പബ്ലിക് PSC പരീക്ഷ എഴുതിയിട്ടൊരു LDC ക്ലർക്കിന് കഷ്ടിച്ച് കിട്ടുന്നത് 23,000 രൂപയാണ്. എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം? അപ്പൊ ഇത് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആവറേജ് ഒരു 10 ലക്ഷത്തിന്റെ സെയിൽ ഒരു മാസം നടക്കുന്ന ഒരു ഷോപ്പിൽ നടത്താൻ പറ്റും. നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായാൽ മതി. പെർ മന്ത് ഇൻകം 90,000. പ്രോപ്പറായിട്ട് ചെയ്യേണ്ടി 90,000 ഉണ്ട്. എന്തുകൊണ്ട് കാണുന്നില്ല? നമ്മളൊന്ന് പ്രൊഡക്റ്റ് എടുക്കുക, അതിന്റെ പൈസ അവിടെ വെക്കില്ല അല്ലേ? സ്വന്തം ബിസിനസിനെ ലൂട്ട് ചെയ്യുന്ന ആളുകളാണ് പലപ്പോഴും നമ്മൾ. കടയിൽ നിന്ന് സാധനം എടുക്കും, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ആട്ട എടുക്കണം, ഓയിൽ എടുക്കണം, ചായപ്പൊടി എടുക്കണം, കാപ്പിപ്പൊടി എടുക്കണം, ഉപ്പ് എടുക്കണം, മുളക് എടുക്കണം, എല്ലാം എടുത്തു. ആ പൈസ അവിടെ ഇടുന്നില്ല, ഇടുന്നവർ വളരെ കുറവാണ്. അപ്പൊ എന്താ സംഭവിക്കുക? പതുക്കെ ക്യാപിറ്റൽ ഇറോഷൻ, മൂലധനം ക്ഷയിക്കും. അതാണ് സംഭവിക്കുന്നത്. 90,000 രൂപ ഒരു മാസത്തെ ഇൻകം ഉണ്ടെങ്കിൽ അതിൽ 50,000 നിങ്ങൾ ചെലവായി കൂട്ടില്ല. എന്നാലും 40,000 ചെറിയ കാര്യമൊന്നുമല്ല. ഇനി എങ്ങനെയായിരിക്കും നമ്മുടെ ഡിപ്പോ ആയിട്ടുള്ള റിലേഷൻ? അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലും, വേണ്ട 2 മാസം കൂടുമ്പോൾ ഒരിക്കലും ഡിപ്പോയിൽ വിസിറ്റ് ചെയ്തുള്ള ഗുണം എന്താ? പുതിയ പ്രൊഡക്റ്റ് വരുന്നതൊക്കെ ഒന്ന് കാണാൻ പറ്റും. നമുക്ക് ഒരു റൂട്ടീൻ ഉണ്ട് അല്ലെ? സ്ഥിരമായിട്ട് കഞ്ഞി കുടിക്കുന്ന ആൾ കഞ്ഞി കുടിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ, സ്ഥിരമായിട്ട് ആട്ടിക പോലും വാങ്ങിക്കുന്നവൻ അത് മാത്രം വാങ്ങിച്ചുകൊണ്ടിരിക്കും. പക്ഷെ പുതിയ പ്രൊഡക്റ്റ് കാണുമ്പോൾ യെസ് വി ക്യാൻ യൂട്ടിലൈസ് ചെയ്യുന്ന ചിന്ത അവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 1 മാസം വേണ്ട, 2 മാസം കൂടുതൽ ഒരിക്കലും ഡിപ്പോ വിസിറ്റ് ചെയ്താൽ പുതിയ പ്രൊഡക്റ്റ് വരുന്നതും ഡ്രസ് ഐറ്റംസ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പല ഷോപ്പുകളിലും ഡ്രസ് ഐറ്റംസ് ഇല്ല. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ഒരു കട കാണുന്ന ആളുകൾ ചോദിക്കും, നിങ്ങളുടെ സ്ഥാപനത്തില് 10,000 പ്രൊഡക്റ്റ് ഉണ്ട് പറഞ്ഞാൽ ആകെ കൂടി 19 പ്രൊഡക്റ്റ് ആണുള്ളൂ അല്ലെ? അപ്പോ നമ്മുടെ കടയാണ്, നമ്മുടെ ആർസിമിന്റെ ഔട്ട്ലെറ്റ് ആണ് ഈ ഷോപ്പിന്റെ ഫേസ് വാല്യൂ കൂട്ടുന്നത്, ഈ ബിസിനസിന്റെ ഫേസ് വാല്യൂ കൂട്ടുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്പർ ഓഫ് പർച്ചേസ്, നമ്മൾ ഡിപ്പോ വിസിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പർച്ചേസ് കൂടും.
അല്ലെ? പുതിയ പ്രൊഡക്റ്റിൽ വരുന്നു, ആ പ്രൊഡക്റ്റ് ആളുകളെ പരിചയപ്പെടുത്തുന്നു. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മാത്രമല്ല ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ദ സ്റ്റോക്ക് ഓഫ് അവൈലബിൾ പ്രൊഡക്ട്സ്. ചില സന്ദർഭങ്ങളിൽ ചില പ്രൊഡക്റ്റുകൾക്ക് ഷോർട്ടേജ് ഉണ്ടാവും. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഉള്ള പ്രൊഡക്റ്റുകളുടെ സ്റ്റോക്ക് എപ്പോഴും സഫിഷ്യന്റ് ആയിട്ട് വെക്കുക. എപ്പോഴാണ് പ്രൊഡക്റ്റ് കിട്ടാതെ വരിക നമുക്ക് പറയാൻ പറ്റില്ല. ഉള്ളത് സഫിഷ്യന്റ് ആയിട്ട് വയ്ക്കുക. നമുക്കറിയാം ഏകദേശം ഒരു സെയിൽ എത്ര വരും നോക്കിയിട്ടിരിക്കുക. മൂവ്മെന്റ് ഇല്ലാത്തത് കൂടുതൽ വാങ്ങി വെക്കേണ്ട. മൂവ്മെന്റ് ഇല്ലാത്തത് എങ്ങനെ കൂട്ടാന്നുള്ളത് PUC മീറ്റിംഗിൽ നിങ്ങൾ അവിടെ വരുന്ന ലീഡേഴ്സിനോട് പറയാം. ഇന്ന പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്നില്ല, അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ പ്രൊഡക്റ്റ് മൂവ് ചെയ്യും. ഡിപ്പോയുടെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതൊരു സപ്ലൈ ചെയിൻ ആണ്. പലരും പരാതി പറയാറുണ്ട്, ഞാൻ ഓർഡർ കൊടുക്കുമ്പോൾ എന്റെ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് മാത്രം തരില്ല. എന്നോട് ചുരുങ്ങിയത് ഒരു 50 PUCക്കാരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മാത്രം തരില്ല. അങ്ങനൊന്നുമില്ല. നിങ്ങൾ ഓർഡർ കൊടുക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അവിടെ സ്റ്റോക്കിൽ കാണിക്കും. അത് കഴിഞ്ഞ് 10 ഷോപ്പുകൾക്ക് ബില്ലടിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല. അവിടെ സ്ഥാനത്ത് നമ്മൾ നോക്കൂ, നമ്മള് ഒരു 100 ചില്ലാനം പേര് വരുന്ന ഒരു ഷോപ്പിനെ മാനേജ് ചെയ്ത് നമ്മൾ ഇത്ര സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ 100 200 ഷോപ്പുകൾ നിരന്തരം വന്ന് ഉൽപ്പന്നം വാങ്ങിക്കുന്ന ഡിപ്പോയുടെ അവസ്ഥ എന്തായിരിക്കും? അവർ ഹോട്ട് സീറ്റിലാണ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. മറ്റുള്ളവരെ കാഴ്ചപ്പാടിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ ഈസിയാണ്. ഡു നോട്ട് ജനറലൈസ് ഇഷ്യൂസ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ എന്താ പറയാ, പൊതുവായിട്ട് കാണേണ്ട കാര്യമില്ല, അല്ലേ? ഇപ്പോ ചില ഷോപ്പുകാര്, ചില ഡിപ്പോക്കാര് പ്രൊഡക്റ്റ് ലൂസായിട്ട് തരും, അല്ലെങ്കിൽ അവിടെ ചോദിച്ചാൽ അവർ തരില്ല. നമുക്ക് എപ്പോഴും കുറവാണ്. ജനറലൈസ് ചെയ്യാതിരിക്കുക ഇഷ്യൂസിനെ. ഒരു പർട്ടിക്കുലർ കേസിൽ ചില സന്ദർഭങ്ങളിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് വരുന്നു, ഇപ്പൊ ഡിപ്പോക്കാരൻ എന്താ ചെയ്യാം? അവൻ എല്ലാ ഷോപ്പുകാരും കിട്ടാവുന്നില്ല, കുറേശ്ശെ കുറയും. അപ്പൊ അവിടെ വരുന്ന ആൾ ഒരു പക്ഷെ കിട്ടിയെന്ന് വരില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. സോ ഡു നോട്ട് ജനറലൈസ് ദി ഇഷ്യൂസ്. എങ്ങനെയാണ് ഒരു ഷോപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്? അതിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞത്, ആ സ്ലൈഡ് ഞാൻ ആദ്യം കാണിച്ചു. കാരണം അതാണ് ഇതിന്റെ അന്തസത്ത. ഓൾവേസ് സ്മൈൽ ആൻഡ് വിഷ് എ കസ്റ്റമർ. ഒരു കടയിൽ ഒരു കസ്റ്റമർ വരുന്നത് എണീറ്റ് നിൽക്കുക. നിങ്ങൾ എണീറ്റ് ഗുഡ് മോർണിംഗ് സാർ. പരിചയമില്ലാത്തവരോട് നമ്മൾ നേരിട്ട് JRC ഒന്നും പറയണ്ട. ചില ആളുകൾ JRC പറഞ്ഞ് അവരെ കൊണ്ട് പറയിപ്പിക്കും. അവർക്കൊരു ബുദ്ധിമുട്ടാണ്. ആദ്യമായിട്ട് വരുന്ന ആൾക്ക് എന്ത് JRC? എനിക്കും തോന്നിയിട്ടുണ്ട്. ആദ്യമായിട്ട് കോഴിക്കോട് പ്രോഗ്രാം എല്ലാവരും JRC പറഞ്ഞ് ബഹളം വയ്ക്കുമ്പോൾ എനിക്ക് തോന്നി ഇത് എന്തൊരു രസമില്ലാത്ത പരിപാടിയാണ്. കാരണം നമുക്കറിയില്ല ഇതിന്റെ കണ്ടന്റ് എന്താണല്ലോ. അവരൊന്ന് എണീറ്റ് നിൽക്കുക. നിങ്ങൾ ആരൊന്നും ആലോചിച്ച് നോക്കുക. നിങ്ങൾ കെയർ ചെയ്യാത്ത ഒരാളുകൾ, നിങ്ങളെ കെയർ ചെയ്യാത്ത ഒരാൾക്കും നിങ്ങൾ കെയർ കൊടുക്കും, ഉറപ്പാണ്. സോ ഓൾവേസ് സ്മൈൽ ആൻഡ് വിഷ് എ കസ്റ്റമർ. എപ്പോഴും ഓർത്തിരിക്കുക. ഇനി ചിരിക്കാൻ ആരെങ്കിലും ആദ്യം ചിരിക്കാൻ അറിയുന്നവരെ മാത്രം സ്റ്റാഫായിട്ട് നിർത്തുക. ബിൽഡ് റിലേഷൻ വിത്ത് ദം. ഒന്ന് പരിചയപ്പെടുത്തുക. ആളുകളെ ഒന്ന് വരുമ്പോൾ ഒന്ന് പരിചയപ്പെടുത്തുക. കടയിലുള്ള ആളുകളെ ഒന്ന് പരിചയപ്പെടുത്തുക. നല്ലൊരു റിലേഷൻ അവരായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അത് വരുമ്പോൾ ചേട്ടാ ചേച്ചി സുഖമാണോ, എങ്ങനെ കഴിഞ്ഞ മാസം കണ്ടില്ലല്ലോ? അപ്പൊ അവർ പറയാം കഴിഞ്ഞ മാസം കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിരുന്നു. എന്തായിരുന്നു പ്രശ്നം? മോൾക്ക് നല്ല സുഖമല്ല, ഭയങ്കര പനി വരുമ്പോൾ നമ്മുടെ പഞ്ചതുളസി ഉണ്ട്, അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ന്യൂട്രിചാർട്ട് എക്സ്പൈഡ് ഒന്ന് പറയാം. എന്ത് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി വി ആർ ഗോയിങ് ടു RC. ഓക്കെ, ബിൽഡ് എ ഗുഡ് റിലേഷൻ വിത്ത് ദം, ദെൻ ഷെയർ ദ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് ടു ദം. എന്ത് പ്രൊഡക്റ്റ് വന്നാലും വരാനുണ്ടെങ്കിലും, അല്ലെ? ഇപ്പൊ നമ്മുടെ ഒരു പെർഫ്യൂം വന്നു, അടിപൊളി, 3 സെറ്റ് 4 എണ്ണ ഒരുമിച്ചുള്ള ഒരു പെർഫ്യൂം ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതിൽ നല്ലൊരു സാധനം വേറെ ഇല്ല. 300 രൂപ പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്, മോശമില്ലാത്ത PV ഉണ്ട്, പേര് ഞാൻ ഓർക്കുന്നില്ല. ഇതൊക്കെ വരുമ്പോ അവരത് ചേട്ടാ പുതിയൊരു പ്രൊഡക്റ്റ് വന്നു, വേണമെങ്കിൽ ഒരെണ്ണെടുത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് നല്ല മണമാണ്. ഇത് പറഞ്ഞു കൊടുത്താൽ ഒരുപക്ഷെ അപ്പൊ അവർ വാങ്ങിക്കില്ല, പക്ഷെ പിന്നീട് അത് തന്നോളും. ഒരു മൂങ്കാല് പൊട്ടിച്ച് ഒരു കുട്ടി വരുന്ന സമയത്ത് ആ കുട്ടിക്ക് 2 മണി തിന്നാൻ കൊടുക്കുക. ആ കുട്ടി ഉറപ്പാണ് അമ്മയെ കൊണ്ട് അത് വാങ്ങിപ്പിച്ചേ പോവുള്ളൂ. വളരെ മെലിഞ്ഞൊരു ലേഡി കടയിൽ വരുന്ന സമയത്ത് ആ ലേഡിയോട് പറയാം, ന്യൂട്രിചാർട്ട് വുമൺ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലെ എനർജിയിൽ, അവരെ ഉദ്ദേശിച്ച് പറയരുത്, നമ്മുടെ ശരീരത്തിലെ എനർജി ലെവൽ കുറവാണെങ്കിൽ അതിന് പ്രോട്ടീൻ നല്ലതാണ്. നമ്മുടെ ഇത് 8-9 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്. സോ ഓൾവേസ് ഷെയർ ദ പ്രൊഡക്ട്സ്. വായ തുറക്കണം, വായ അടയ്ക്കരുത്. കടയിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫ് ആരും ആയിക്കോട്ടെ, ചിലപ്പോൾ ഓണർ തന്നെയായിരിക്കും, വായ അടയ്ക്കരുത് എന്ന് വെച്ച് അൺവാണ്ടഡ് ആയിട്ട് പറയുന്നത്. അവർക്ക് വേണ്ടത് പറയാം. ചില ആളുകൾ ഉള്ള അറിവ് മുഴുവൻ കൊടുക്കും, അതിന്റെ ആവശ്യമില്ല. അവർക്ക് എന്താണോ വേണ്ടത് മരം അറിഞ്ഞു കൊടിയിടുക. ഇൻഫോം ദം അബൌട്ട് ന്യൂ പ്രൊഡക്ട്സ്, ന്യൂ പ്രോഗ്രാംസ്, ന്യൂ പോളിസീസ്. അപ്പൊ പറയാം, 25-ാം തീയതി ഒരു അടിപൊളി പ്രോഗ്രാം വരികയാണ്, സൗത്ത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രോഗ്രാം. അതിൽ വരുന്നില്ലേ, പേര് രജിസ്റ്റർ ചെയ്തോ. ഒരുപക്ഷെ അദ്ദേഹം നിങ്ങളുടെ ടീമിലായിരിക്കില്ല. എന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഞാൻ പറഞ്ഞു എവിടെ നിങ്ങൾ കെയർ കൂടുതൽ കൊടുക്കുന്നു അവർ നിങ്ങളെ കെയർ ചെയ്യും. പല ഷോപ്പിലേക്കും നമ്മൾ ആളുകളെ പറഞ്ഞയക്കില്ല, അവിടെ വന്നാൽ ഒരു അറ്റൻഷനും ഇല്ല. അവര് വരും, പ്രത്യേകിച്ച് പുതിയ ആളുകളൊക്കെ വരുമ്പോൾ അവരെ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഒരാളെ നമ്മളൊരു ഷോപ്പിലേക്ക് എത്തി. നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെന്നറിയോ. അവിടെ വരുമ്പോൾ ഒരു പ്രോപ്പർ റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ അവർ പിന്നെ വരില്ല. ദാറ്റ്സ് ഓൾ. പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് പുതിയ പോളിസി. ഇപ്പോ കൺസിസ്റ്റൻസി പർച്ചേസ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം PUCക്കാരാണ്. കാരണം ലീഡറും അസോസിയേറ്റ് ബയറുള്ള ടൈം മീറ്റ് ചെയ്യുന്ന ടൈം വളരെ കുറവാണ്. പക്ഷേ അവർ മാസത്തിൽ 1, 2, 3 തവണ ഷോപ്പിൽ വരും.
അവിടെ അത് പറഞ്ഞു കൊടുക്കാം. യൂസ് ഓൺലൈൻ ബില്ലിംഗ് സിസ്റ്റം ആൻഡ് ഗീവ് സ്പോട്ട് ബിൽ ടു ദ കസ്റ്റമർ. എപ്പോ ഒരിക്കലും ബില്ല് നാളെ ചെയ്യാന്ന് പറയരുത്. അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും, ചില പ്രൊഡക്റ്റ് ഷോർട്ടേജോ അല്ലെങ്കിൽ സ്റ്റോക്കിൽ എന്തെങ്കിലും പ്രോബ്ലം വന്ന സമയത്ത് അവരോട് പറയണം, ഇപ്പൊ ഇങ്ങനെ പ്രോബ്ലം നാളെ പ്രൊഡക്റ്റ് വരുമ്പോൾ അത് ബില്ല് ചെയ്യാന്ന് പറയണം. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇന്റർനെറ്റ് ഫെയിലിയർ ഉണ്ടെങ്കിൽ അവർ സെപ്പറേറ്റ് മാനുവൽ ബില്ല് കൊടുക്കുക. എപ്പോൾ ഇന്റർനെറ്റ് പലപ്പോഴും ഉണ്ടാവില്ല, ഇപ്പൊ 1-ാം തീയതി രാവിലെ പലപ്പോഴും നമുക്ക് PUC ബില്ലിംഗ് നടക്കില്ല. അത് ചെയ്ത് അവർക്ക് ആ മെസ്സേജ് കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക. ഒരു കസ്റ്റമർ രജിസ്റ്റർ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. എപ്പോഴും നമ്മളൊരു കസ്റ്റമർ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. പല ഷോപ്പുകളിലും ഇങ്ങനെ ഒരു പരിപാടി ഇല്ല. ഒരു കസ്റ്റമർ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടയിൽ വരുന്ന എല്ലാവരെയും ആ ഒരു ബ്രോഡ്കാസ്റ്റ് ലൂപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അവർക്ക് അറിയില്ല ഒരു പുതിയ പ്രൊഡക്റ്റ് ഒന്നും, ആവശ്യമില്ലാത്ത മെസ്സേജുകൾ എപ്പോഴും അയച്ചു കൊടുത്ത് അവരെ ബുദ്ധിമുട്ടിക്കരുത്. പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം വരുന്നു, എല്ലാ 2-ാം ശനിയാഴ്ച നമ്മുടെ ഷോപ്പിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, ആ ഷോപ്പിലേക്ക് അവരൊന്ന് ക്ഷണിക്കുക. സാറ് വരണം, വൈഫിനെയും കൂട്ടി വരണം, കുട്ടികളെയും കൂട്ടി വരണം. 2-ാം ശനിയാഴ്ച കുട്ടികൾക്ക് മുടക്കാണ്. 3 പേരോട് വരാൻ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും വരും, അല്ലേ? അപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് വന്നു, അതിനെക്കുറിച്ചൊരു മെസ്സേജ്, അതിനെക്കുറിച്ചൊരു ചെറിയൊരു റൈറ്റപ്പ്, അല്ലെങ്കിൽ അതിന്റെ ഒരു വീഡിയോ, ചെറിയ വീഡിയോ, വലുത് കൊടുത്താലൊന്നും ആരും കാണില്ല. എന്തെങ്കിലും നല്ല മെസ്സേജുകളൊക്കെ അവർക്ക് കൊടുക്കുക. അപ്പൊ ബ്രോഡ്കാസ്റ്റിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് അവർക്ക് എത്തിക്കൊള്ളും. ഗ്രൂപ്പിൽ വരാൻ ആർക്കും താല്പര്യമില്ല. വന്നു കഴിഞ്ഞാൽ അപ്പൊ അവർ ലെഫ്റ്റ് ആവാൻ ഒരു നിർത്തിയില്ല. സോ മെയിൻറ്റെയിൻ എ കസ്റ്റമർ രജിസ്റ്റർ. ഒരുപാട് ബെനിഫിറ്റ്. ഒരു കസ്റ്റമർ ഡാറ്റ മൊത്തം നമ്മുടെ PUC തന്നെ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ആ കടയിൽ വന്ന മൊത്തം ആളുകൾ കഴിഞ്ഞ മാസങ്ങളായിട്ട് നടത്തിയ പർച്ചേസ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കാണാൻ ഒരു അവസരമുണ്ട്. ഭൂരിപക്ഷം ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അത് നോക്കി കഴിഞ്ഞാൽ ഒരാൾ വന്നു, X എന്ന് പറഞ്ഞ വ്യക്തി ജനുവരിയിൽ വന്നു, ഫെബ്രുവരിയിൽ വന്നു, മാർച്ചിൽ വന്നില്ല, ഏപ്രിൽ വന്നു, ഒന്ന് വിളിക്കുക, ചേട്ടാ കഴിഞ്ഞ 2 മാസം കണ്ടില്ലല്ലോ. ഒരുപക്ഷെ അവർ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയി വാങ്ങിച്ചു, ഓക്കെ, നല്ല കാര്യം. ഇപ്പൊ നമ്മുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്, ഒരു കസ്റ്റമറെ വിളിക്കാൻ ഒരു അവസരം കിട്ടും. ഈ ഒരു രജിസ്റ്റർ 60-70% ഷോപ്പുകൾ ഈ കസ്റ്റമർ രജിസ്റ്റർ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. സോ നോട്ടീസ് ബോർഡ് ഉണ്ടായിരിക്കണം, ഡിസ്പ്ലേ, പുതിയ പ്രോഗ്രാം, പുതിയ പ്രൊഡക്റ്റ്, അതുപോലെ പ്രൈസ് ചേഞ്ച്, എല്ലാ 1-ാം തീയതി ചില പ്രൊഡക്റ്റുകൾക്ക് വില കൂടും, ചിലതിന് വില കുറയും, ഓഫേഴ്സ്, പുതിയ ഓഫർ, കൺസിസ്റ്റൻസി പർച്ചേസ്, സ്പെഷ്യൽ അച്ചീവ്മെന്റ്, അല്ലെ? ആ കടയിൽ നിന്ന് കിട്ടിയ ഫ്രീ പ്രൊഡക്റ്റുകൾ കിട്ടിയ ആളുകളുടെ ലിസ്റ്റ് നല്ല രസം കാണാൻ. കഴിഞ്ഞ ദിവസം ഒരു കടയിൽ പോയ സമയത്ത് അവിടെ 10,000 കിട്ടിയ ആളുകള്, 5,000 കിട്ടിയ ആളുകളൊക്കെ പേരുകൾ എഴുതി. അപ്പൊ ഒരാൾ പുതിയ ആള്, ഇതൊക്കെ എന്താ, ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും, ആർക്കൊക്കെ കിട്ടും? എനിക്ക് കിട്ടും ചോദിച്ചു. എന്റെ സാന്നിധ്യത്തിലാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു കിട്ടും, നിങ്ങൾ റെഗുലർ ആയിട്ട് പർച്ചേസ് നടത്തിക്കൊള്ളും. അപ്പോ ഈ ഇൻഫോർമേഷൻ എല്ലാ കടകളിലും ഉണ്ടായിരിക്കണം. നല്ലൊരു ശതമാനം കടകളിൽ നോട്ടീസ് ബോർഡൊന്നും ഇല്ല. എല്ലാ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കച്ചവടം വരുന്നില്ല എന്നുള്ള ഒരു പരാതി മാത്രം. സോ പ്ലാൻ ഫോർ മിനിമം 2 PUC മീറ്റിംഗ്. ഞാൻ പറയുന്നത് ഒരു തുടക്ക സമയത്ത് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഒരു PUC മീറ്റിംഗ്. ചിലപ്പോൾ ആദ്യം ഒരാളായിരിക്കും, ചിലപ്പോൾ ആരും വന്നൊന്നും വരില്ല. ബട്ട് മീറ്റിംഗ് മുടക്കരുത്. മീറ്റിംഗ് ആണ് RCMന്റെ ജീവവായു, ഓക്സിജൻ. സോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസ്കൗണ്ട് സെയിൽ എപ്പോഴും ആർക്കാണ്? അസോസിയേറ്റ് ബയർക്ക്, പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക്, അവർ പറഞ്ഞു വിടുന്ന റെഫറൻസിൽ വരുന്ന ആളുകൾ, മറ്റുള്ളവർക്ക് എല്ലാം MRP. അവിടെ കോംപ്രമൈസ് ഒന്നും വേണ്ട. കോംപ്രമൈസ് വേണ്ട, കാരണം ആ MRP DP ഡിഫറൻസ് ഒരു PUC ഓണർക്ക് വലിയൊരു ആശ്വാസമാണ്, അല്ലെ? ചെറിയ ചെലവുകളൊക്കെ നടത്താൻ അത് സഹായിക്കും. ഞാൻ പറഞ്ഞു ഓൾറെഡി, നെവർ അപ്പോയിന്റ് എ സ്റ്റാഫ് ഇൻ ദ ഷോപ്പ് ബട്ട് എ പ്രൊമോട്ടർ. ഒരു കാരണവശാലും സ്റ്റാഫിനെ അല്ല വേണ്ടത്, നമുക്കൊരു പ്രൊമോട്ടറെയാണ് വേണ്ടത്, അല്ലെ? സാധനങ്ങള് പലചരക്കടയിൽ സാധനങ്ങള് 1 കിലോ പഞ്ചസാര തരുമെന്ന് പറയുമ്പോൾ തൂക്കി കൊടുക്കുന്ന ആളെയല്ല നമുക്ക് വേണ്ടത്. ഒരു പ്രൊഡക്റ്റ് കൊടുത്ത പ്രൊഡക്റ്റിന്റെ സവിശേഷതയും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആഡ് ഓൺ പ്രൊഡക്റ്റിലും പറയാൻ കഴിവുള്ള ഒരാളായിരിക്കണം. എപ്പോഴും ഒരു പ്രൊമോട്ടർ ആയിരിക്കണം. നെവർ അപ്പോയിന്റ് എ സ്റ്റാഫ്. ഒരു കാരണവശാലും ബില്ല് നെക്സ്റ്റ് മന്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യരുത്. ഇപ്പൊ പിന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും ഡിസ്പ്ലേ വാള് വാങ്ങി അതിൽ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ കുമ്പാരമായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുക. എന്തിനാ കൂട്ടുന്നതെന്ന് അറിയില്ല. പണ്ടൊരു കുമ്പാരം അല്ലെങ്കിൽ മൺകലം നിർമ്മിക്കുന്ന വ്യക്തി നാട്ടിൻപുറത്ത് ആദ്യമായിട്ട് ഒരു ബാങ്ക് വന്നപ്പോൾ ബാങ്കിൽ പോയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് കുറച്ച് പൈസ ഇട്ടിട്ട് കുമ്പാരൻ ബാങ്ക് മാനേജറോട് പറഞ്ഞു, ഈ പണം ഞാൻ ചോദിച്ചാലും തരരുത്, എന്റെ ഭാര്യ ചോദിച്ചാലും കൊടുക്കരുത്, എന്റെ മകൻ ചോദിച്ചാലും കൊടുക്കരുത്. ഈ പണം കൊണ്ട് ആർക്കാ ഗുണം? ആർക്കും ഗുണമില്ല, ബാങ്കിന് ഗുണം. ഓക്കെ, അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ഡിസ്പ്ലേ വാളുകളിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളുണ്ട്. പ്രൊഡക്റ്റുകൾ, രൂപയല്ല, പ്രൊഡക്റ്റുകൾ. അതുകൊണ്ട് ആർക്കും ഗുണമില്ലേ? ഓക്കെ, 4.25 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ വാള് സൂക്ഷിച്ച ഒരു വ്യക്തി എന്റെ ടീമിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ആള് ഗൾഫിലാണ്, വിദേശത്താണ്. ഇതിന്റെ കാര്യമൊക്കെ മറന്നുപോയി. ആ ID ടെർമിനേറ്റഡ് ആയി. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് നെക്സ്റ്റ് മന്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിരുന്നല്ല, അതാത് മാസം തന്നെ അടിക്കുക. കാരണം നമുക്ക് ഇന്നത്തെയൊക്കെ ബെറ്റർ ആയിട്ട് നാളെ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്നത്തെയൊക്കെ ബെറ്റർ ആയിട്ട് PV നാളെ ഉണ്ടാക്കാം. എന്തിനാ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്? കുറച്ച് വേണം, കുറച്ച് സൂക്ഷിച്ചു വെക്കണം. പക്ഷെ കംപ്ലീറ്റ് സൂക്ഷിച്ച് ലക്ഷങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകളുണ്ട്. എന്റെ ടീമിൽ വരുന്ന മൊത്തം PUCകളുടെ ടോട്ടൽ സ്റ്റോക്കിന്റെ 1.5 മടങ്ങാണ് എന്റെ ടീമിൽ വരുന്ന മൊത്തം വണ്ടർവീൽ മീൻസ് ഡിസ്പ്ലേ വാളിൽ വരുന്ന ടോട്ടൽ സ്റ്റോക്ക്. അത് ചെറിയ കാര്യമില്ല.
അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഡയമണ്ടുകൾ ചിലപ്പോൾ പിറന്നു വരും. ചെറിയ കാര്യമല്ല. ഒറ്റ മാസം കൊണ്ട് ചിലപ്പോൾ റൂബി ആയി എന്ന് വരും. സോ നെവർ ക്യാരി ഫോർവേഡ് എനി. ഇത് നമ്മൾ ഫോളോ ചെയ്യണം, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അല്ല അടുത്ത മാസം അടിച്ചാൽ മതി, എന്തായാലും ഈ മാസം 100 PU അടിച്ചല്ലോ, കട്ടാവുകൊണ്ട് സൂക്ഷിക്കാലോ അടുത്ത മാസം. നോ, നെവർ ഡു ഇറ്റ്. പാർഷ്യൽ പർച്ചേസ് ഫോർ ന്യൂ ജോയിനിങ് ഷുഡ് ബി അവോയ്ഡഡ്. എനിക്കറിയാം 7 മാസം കൊണ്ട് ഒരു ജോലി നടത്തിയ ആളുണ്ട്. 7 മാസം ആട്ട വാങ്ങിച്ചു, ഓയിൽ വാങ്ങിച്ചു, ആട്ട വാങ്ങിച്ചു, ഓയിൽ വാങ്ങിച്ചു, സോപ്പ് വാങ്ങിച്ചു, ചന്ദനത്തിരി വാങ്ങിച്ചു. 7 മാസം കൊണ്ട് ഇവർ എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോണത്? നെവർ ഡു ഇറ്റ്. കാരണം ഇതിൽ കുറെ കാറ്റഗറി ഉണ്ട്. കുറച്ച് പേര് കസ്റ്റമേഴ്സ് ആയിട്ട് നിൽക്കുക, അവർ കസ്റ്റമേഴ്സ് ആയിട്ട് തന്നെ നിന്നോട്ടെ. കുറച്ച് പേര് പ്രൊമോട്ട് ചെയ്യും, അവർ പ്രൊമോട്ടർ ആവും, അതിനപ്പുറമൊന്നുമില്ല. ഉൽപ്പന്നം വേണമെങ്കിൽ വാങ്ങിച്ചോളൂ, പക്ഷെ ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് ഒരു തവണ കൊണ്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, സോ പാർഷ്യൽ പർച്ചേസ് എല്ലാ PUC കാരും പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ ഡിസ്പ്ലേ വാളിലേക്ക് അടിച്ചു കൂട്ടി വെക്കും. അങ്ങനെ എപ്പോഴാണോ 7 മാസം കൊണ്ട് ഒരു ജോയിനിങ് കൊണ്ടുവന്ന ആളാണ് ഇയാൾ എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത്? ദെൻ there should be one local leader in charge of one PUC. ഒരു PUCക്ക് ലീഡർ ഇല്ലെങ്കിൽ ആ PUC മുന്നോട്ട് പോകില്ല. കാരണം അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കെ സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ ലീഡർ നിങ്ങളുടെ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിംഗ്, അപ്ലൈം പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യണം. ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഷോപ്പ് അടച്ചിട്ട് പൊക്കോളൂ. ആ ഷോപ്പിൽ വന്ന പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആൾ വേറെ എവിടെയും പോയില്ല, അല്ലെ? അടുത്ത പലചരക്ക് കടയിൽ പോയിട്ട് RCMന്റെ ഹെൽത്ത് കാർഡ് പോലും വാങ്ങിക്കാൻ പറ്റില്ല, നമ്മുടെ കടയിൽ തന്നെ വരും. ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു PUC നാട്ടത്തിൽ ഇന്ന് വരെ ഓടിയിട്ടില്ല. There should be one local leader in charge of one PUC. Maintain sufficient stock as per sales. ഒരു കാരണവശാലും കസ്റ്റമറോട് നോ പറയുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇത് പല തരത്തിൽ നമ്മൾ പറയാറുണ്ട്. ആട്ട ഇന്നലെ കഴിഞ്ഞു, ഓയിൽ നാളെ വരും. രണ്ടുമില്ല. ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ദെൻ ആവശ്യത്തിന് ടൂൾസ്, പല ഷോപ്പുകളിൽ സാധനങ്ങളില്ല. നമ്മള് ഈ ബിസിനസിന് ഏറ്റവും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക്. ആ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് കൃത്യമായിട്ട് നിവർത്തി വെച്ച് 5 മിനിറ്റ് കൊണ്ട് ഒരു കസ്റ്റമറെ നമുക്ക് കൺവിൻസ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ പറയാം, ഇന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഇന്നലെ ഒരു കസ്റ്റമർ ആദ്യമായിട്ട് ഒരു ഷോപ്പിൽ വരിക, എന്തോ ഒരു സാധനം അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ കടയിലെ സ്റ്റാഫ് വളരെ മനോഹരമായിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് തുറന്ന്, സാർ ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ, സാർ ഒന്ന് വായിച്ചു നോക്കൂ, എന്റെ കയ്യിൽ ആ ഒരു ബുക്ക് ഉള്ളത്, നാളെ തിരിച്ചാണെന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് രാവിലെ കട തുറക്കാൻ നിൽക്കുന്ന സമയത്ത് 10 മണിക്ക് കട തുറക്കുന്നതിന് മുമ്പ് 9 ബുക്ക് തന്നെ അദ്ദേഹം കടയുടെ മുന്നിൽ കിട്ടി. ആള് ജോയിൻ ചെയ്തു. ഇന്ന് അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു. 14,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. സോ ടൂൾസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ തോക്കും കൊണ്ട് നടക്കും, പക്ഷെ തോക്കിൻ്റെ ഉള്ളിൽ ഉണ്ടയില്ല. അതാണ് പ്രശ്നം. പലതരത്തിലും നേരത്തെ നമ്മുടെ ന്യൂട്രിചാർജിന്റെ ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട്. ഇപ്പൊ ന്യൂട്രിചാർജ് വുമനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു, അല്ലെ? ആ ബ്രോഷേഴ്സ് ഒക്കെ എത്ര വണ്ടർഫുൾ ആണെന്നറിയാം, എത്ര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത്. ഇഷ്ടംപോലെ ടൂൾസിനെ കുറിച്ച് മാത്രം പറയാൻ ഒരു ദിവസം വേണ്ടി വരും. മെയിൻറ്റെയിൻ ജനറൽ ക്ലീൻനെസ് ഇൻ ദ ഷോപ്പ്. ഷോപ്പിൽ നല്ല വൃത്തിയും എടുപ്പുണ്ടാവണം. പലപ്പോഴും ചില പ്രൊഡക്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് മേലെ നിന്ന് പൊടി തട്ടിയിട്ട് പറയും ഭയങ്കര കാറ്റും ഭയങ്കര പൊടിയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. കസ്റ്റമർ വരുന്ന കസ്റ്റമർ എപ്പോഴും ചിന്തിക്കും, ഈ കടയിൽ ഒരു കച്ചവടമില്ല, ഇവിടെ വരാതിരിക്കാൻ നല്ലത്, ഓൾഡ് സ്റ്റോക്ക് ആയിരിക്കും കരുതും, അല്ലെ? സോ കീപ് ഫുഡ് ഐറ്റംസ് ആൻഡ് അതർ FMCG products ഡിഫറെന്റ് ടാക്സ്. ഇത് എപ്പോഴും രണ്ടായിട്ട് വെക്കണം. നമുക്കറിയാം ഫുഡ് ഐറ്റംസ് ആൻഡ് അതർ ഐറ്റംസ് എപ്പോഴും ഡിഫറെന്റ് ആയിട്ട് വെക്കണം, മിക്സപ്പ് ചെയ്യരുത്. അതുപോലെ പ്രാദേശിക ലൈസൻസ്, FSSAI, അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റി, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ലൈസൻസ് നമ്മൾ എടുത്തിരിക്കണം. ഒരു കാരണവശാലും ഷോപ്പിൽ കടം കൊടുക്കുക. ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ അപ്ലൈൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ഡൗൺലൈൻ ആയിക്കോട്ടെ, 30-ാം തീയതി ബില്ലടിക്കുന്ന സമയത്ത് അവരോട് നേരിട്ട് പറയാം, പൈസ നേരിട്ട് ഗൂഗിൾ പേ ചെയ്തോളൂ, ഞാൻ അടിച്ചത്. കടം കൊടുത്ത് മുടിഞ്ഞ കടകൾ, ഇഷ്ടം പോലെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ നെവർ ഗിവ് ഇറ്റ്. ഒരാൾ കടം ചോദിച്ചിട്ട് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഒറ്റ തവണ വിഷമമുള്ളൂ. കൊടുത്താൽ ജീവിതകാലം മുഴുവൻ വിഷമം. അദ്ദേഹം പൈസ തിരിച്ചു തരാൻ ബുദ്ധിമുട്ടാവും, അദ്ദേഹം ബിസിനസ് വിട്ടുപോകും, നമ്മളുമായിട്ട് നല്ല ബന്ധമില്ലാണ്ട്. സോ നെവർ ഗീവ് ക്രെഡിറ്റ്. അത് TCG സ്ഥിരം പറയാറുണ്ട്, നെവർ ഗീവ് ക്രെഡിറ്റ്, നോ ക്രെഡിറ്റ്. ദെൻ GST എടുക്കേണ്ട കാര്യം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ സെഗ്മെന്റിൽ വരുന്ന ആളുകൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ ലീഡേഴ്സിനോട് ചോദിക്കുക. GST 40 ലക്ഷം സെയില് ഒരു സാമ്പത്തിക വർഷത്തിൽ എത്തുന്നതിന് മുമ്പ് GST എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. ഓക്കെ, അതുപോലെ വിത്തൗട്ട് GST ഒരു 30-35 ഒക്കെ ക്രോസ് ചെയ്യുമ്പോൾ അതിന്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് അത് പെട്ടെന്ന് എടുക്കുക. അപ്പോൾ അത് 40 ക്രോസ് ചെയ്യാൻ ഒരിക്കലും അനുവദിക്കരുത്. അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിരിക്കും. ദെൻ മന്ത്ലി GST റിട്ടേൺ ഷുഡ് ബി സബ്മിറ്റഡ് ഇൻ ടൈം. ഇതൊക്കെ കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ്. സോ PUC ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഹോം വിസിറ്റ്. ഹോം വിസിറ്റ് കഴിഞ്ഞാൽ PUCയുടെ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ ചെറിയൊരു ബ്രോഷറുമായിട്ട് 2-3 പേര്, പ്രിഫറബിളി ഒരു ലേഡി കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അവരുടെ അടുത്ത് ചെല്ലുക, സാർ ഞങ്ങൾ ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട്, പ്രത്യേകിച്ച് തുടക്കത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങി, കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഞങ്ങളുടെ ഷോപ്പ് ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. സ്വദേശി ഉൽപ്പന്നങ്ങളാണ്, മാർക്കറ്റിൽ കിട്ടുന്ന സമാന ഗുണം നൽകുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ വിലക്കുറവാണ്. സാറും വൈഫും കൂടി വരണം, സൗകര്യം പോലെ ഒന്ന് വരെ ഞങ്ങളുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാം. ഈ നോട്ടീസ് ഒന്ന് കൊടുക്കുക. വേണമെങ്കിൽ 1-2 പുറത്ത് കാണിച്ചു കൊടുക്കുക. അവിടെ വീടിന്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ചായയും കുടിച്ച് ഊണും കഴിച്ചിട്ട് അത്താഴം കഴിച്ച് പോരാനല്ല ഹോം വിസിറ്റ്. അങ്ങനെ പലരും ചെയ്യാറുണ്ട്, അതല്ല വേണ്ടത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ അവിടേക്ക് 10 പേരോട് പറഞ്ഞ ഒരാൾ വരും, എപ്പോഴെങ്കിലും വരും. ആ വീടിന്റെ സിറ്റുവേഷൻ നോക്കിയിട്ട് നമുക്ക് പറയാം, വളരെ ക്ഷീണിച്ച ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവരോട് പറയാം, സ്ത്രീകൾക്കുള്ള ചില പോഷകാഹാരങ്ങളൊക്കെ നമ്മുടെ ഷോപ്പിലുണ്ട്, അതും
WHO റെക്കമെൻഡ് ചെയ്യുന്ന ലെവൽ അനുസരിച്ചുള്ളതാണ്. സൗകര്യപൂർവ്വം എന്ന് വരും, മാഡത്തിന് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒരു തവണ പറയാം. പഠിക്കാൻ മോശമായ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾ ധാരാളം വീടുകളിൽ കുട്ടികൾ പനിയും ചുമയും ചില വയ്യാത്തൊരവസ്ഥയാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ പറയാം. നമ്മുടെ ന്യൂട്രിചാർട്ട് കിഡ്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് കുട്ടികളുടെ സമഗ്രമായ വളർച്ച, അവരുടെ നല്ല ആരോഗ്യത്തിന് ഗുണം ചെയ്യും. പറഞ്ഞാൽ 10 പേരോട് പറഞ്ഞാൽ ഒരാൾ വരും. ഇതാരും ചെയ്യാറില്ല. PUCയുടെ തൊട്ട് ഉള്ള വീടുകളിൽ പോലും ഇത് എന്താ സ്ഥാപനം എന്നറിയാത്ത ഇഷ്ടം പോലെ കേസുകളുണ്ട്. നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കണം. വേറെ ആരും വരില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു 3-4 പേര് പോയിട്ട് ചെറിയൊരു നോട്ടീസ്, ഒരു A4 സൈസിന്റെ പകുതി സൈസിൽ ഒരു നോട്ടീസുമായിട്ട് പോവുക. സ്വദേശി ഉൽപ്പന്നങ്ങൾ RCM ബ്രാൻഡില് ജസ്റ്റ് 5 മിനിറ്റുള്ളിൽ സ്പെൻഡ് ചെയ്യരുത്. വീട്ടിൽ കയറാനും പാടില്ല. ഓക്കെ, സോ കൂടുതൽ ആളുകൾ വരും, അപ്പൊ സെയിൽ കൂടും. ഡിസ്പ്ലേ വാള് ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. പലരും അതിനെ തെറ്റായി ഉപയോഗിക്കുന്നുണ്ട്. കാരണം സെയിൽ കൂടാൻ എല്ലാ സ്ഥലങ്ങളിലും പ്രൊഡക്റ്റിന് ലഭ്യത ഉറപ്പുവരുത്താൻ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഈ പ്രൊസീജിയർ ധാരാളം ആളുകൾ ചെയ്യുന്നുണ്ട്. പുതിയ ആളുകൾക്ക് ഡയറക്റ്റ്ലി കൊടുക്കണ്ട. ബിസിനസിനെ കുറിച്ച് ബേസിക് ആയുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കിയ ആളുകൾക്ക് മാത്രം കൊടുത്താൽ മതി. ഇപ്പൊ ഡിസ്പ്ലേ വാള് മാത്രം ബില്ലടിച്ച് കൺസിസ്റ്റൻസി കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അവർക്ക് അറിയില്ല, അത് പറഞ്ഞു കൊടുക്കാൻ ഡിസ്പ്ലേ വാൾ എടുത്തു കൊടുത്ത ലീഡർക്ക് അറിയില്ല, അല്ലെങ്കിൽ പറയാനുള്ള സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് അദ്ദേഹം വിട്ടുപോകുന്നു. സോ ഡിസ്പ്ലേ വാൾ ധാരാളം വരുമ്പോൾ സെയിൽ കൂടും. അല്ലെ, 10 പേര് ഡിസ്പ്ലേ വാൾ എടുത്താൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് ആണ് മൂവ് ചെയ്യുന്നത്. പ്രൊഡക്റ്റിന് ലഭ്യത ഉണ്ടാവും. ദെൻ ലേറ്റസ്റ്റ് ടെക്നോളജി കടകളിൽ നമ്മൾ ഫോളോ ചെയ്യണം. സ്വൈപ്പിംഗ് മെഷീൻ, ഇപ്പൊ എല്ലാം ഗൂഗിൾ പേ ആണ്. CCTV ക്യാമറ, ബ്ലൂടൂത്ത് പ്രിന്റർ, വെൽക്കം മെസ്സേജ്. ഒരു കടയിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിലെത്തുന്ന മുമ്പ് തന്നെ അവർക്ക് ഒരു വെൽക്കം മെസ്സേജ്, RCMലെ പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട്, അങ്ങനെ പലരും ചെയ്യുന്നുണ്ട്. ധാരാളം PUC ഓണേഴ്സ് ചെയ്യുന്നുണ്ട്. അവർക്ക് വലിയ സന്തോഷമാണ്, ഇല്ലേ? വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കൗണ്ടറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ നമ്പർ ചോദിക്കും. അവർ എന്നിട്ട് മെസ്സേജ് വിടും. നമുക്ക് ചെയ്തുകൂടെ? എന്തുകൊണ്ട് ചെയ്തുകൂടാ? വൈറ്റ് ബോർഡ്, മാർക്കർ, അതുപോലെ റെഗുലർ മീറ്റിംഗ് നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു ഷോപ്പിൽ ഉണ്ടായിരിക്കും. ഒരു പക്ഷേ 10 പേര് ഇരിക്കാനുള്ള സ്ഥലമായിരിക്കാം. മിനിമം 300 സ്ക്വയർ ഫീറ്റ് ആണ് പറയുന്നത്. പലപ്പോഴും പല ഷോപ്പിൽ അത്രയില്ല. നോ പ്രോബ്ലം. എന്തായാലും ഒരു 5 പേര് ഇരിക്കാവുന്ന സ്ഥലം എന്തായാലും ഒരു ഷോപ്പിൽ അത് നമ്മുടെ കമ്പൽസറി ഉണ്ടായിരിക്കണം. വൈറ്റ് ബോർഡ് ആ സമയത്ത് ഒരു ലീഡർ താങ്ങി പിടിച്ചു കൊണ്ടുവരേണ്ട സിറ്റുവേഷൻ വരരുത്. ദെൻ ധാരാളം പ്രൊഡക്റ്റ് ഡെമോ നമ്മുടെ ഷോപ്പിൽ നടത്തും. വരുന്ന ഏതൊരു വ്യക്തിക്ക് ഒരു പ്രൊഡക്റ്റ് ഒന്ന് പൊട്ടിച്ചു, ഒരു ബിസ്ക്കറ്റ് തിന്നാൻ കൊടുക്കുക, മൂങ്ദാല് പൊട്ടിച്ചു കൊടുക്കുക, ഒരു കുസ്കുസ് മിക്സർ, അതിന്റെ പേര് മാറി തോന്നുന്നു. ഇത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ വാങ്ങിക്കും. അല്ലെ, നമ്മുടെ സ്ക്രഞ്ച്, നമ്മുടെ മാംഗോ സ്ക്രഞ്ചും ജസ്റ്റ് ഒരു ഷേക്ക് അല്പം കൊടുത്ത്, നല്ല ചൂടുള്ള സമയം, ഇപ്പൊ അത്യാവശ്യം മഴയൊക്കെയുള്ള സമയമാണ്, ചൂടുള്ള സമയത്ത് അല്പം കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താ സംഗതി, നമ്മുടെ ഒറിജിനൽ മാംഗോ പൾപ്പാണെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കും. അപ്പൊ ഇത് ഡെമോ എപ്പോഴും നല്ലതാണ്. പിന്നെ പ്രോഗ്രാമുകൾ നമുക്ക് നമ്മുടെ ചായപ്പൊടി മറ്റു ചായപ്പൊടി ടെസ്റ്റ് ചെയ്യാം, നമ്മുടെ ബിസ്ക്കറ്റും മറ്റു കമ്പനികളുടെ ബിസ്ക്കറ്റും നമുക്ക് ഓൺ ദ ലൈവായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോ മറ്റു പ്രൊഡക്റ്റിൽ ഒരു കാരണവശാലും നമ്മുടെ കടയിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം മറ്റു പ്രൊഡക്റ്റിൽ നമ്മുടെ കടയിൽ ഉണ്ടാകുമ്പോൾ ആളുകൾ എന്താ കരുതുക, എനിക്ക് ഈ ബിസിനസ് കൊണ്ട് യാതൊരു മെച്ചവുമില്ല. നമ്മൾ വലിയ ആന ചേന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ ഒരു ഷോപ്പിലേക്ക് കടത്തി കൊണ്ടുവരുന്നത്, അല്ലെ? പലരും അങ്ങനെ ചെയ്യുന്നത്. അവിടെ വരുമ്പോ അങ്ങനെ പല പല പ്രൊഡക്റ്റും കയറി ഇരുന്ന അവസാനം എനിക്കറിയാം, ഉണക്കമീൻ വെച്ച് PUC നടത്തി ക്ലോസ് ചെയ്തൊരു PUC എനിക്കറിയാം. ഓക്കെ, ഒരു കാരണവശാലും മറ്റൊരു പ്രൊഡക്റ്റ് നമ്മുടെ RCM ഷോപ്പിൽ ഉണ്ടാവണം. ശരിയാണ്, പ്രൊഡക്റ്റുകളുടെ എണ്ണം ഇപ്പോ ഉലുവ വന്നിട്ടില്ല, പേടിക്കേണ്ട, ഉലുവ വരും. പണ്ട് ഇതൊന്നും ഉണ്ടായിരുന്ന വെറും 30 പ്രൊഡക്റ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ സ്റ്റാർട്ട് ചെയ്ത ആൾക്ക് ഇതിനെ കുറിച്ച് ഒരു വിഷൻ ഉണ്ടായിരുന്നു, നാളെ ഇത് വരും. സാറൊക്കെ എന്നോട് പറയാനല്ലോ, സാറേ രാജൻ സാർ ഇതിൽ ആട്ട വരും. ഞാനൊക്കെ ഉത്തരേന്ത്യയിൽ ഒരുപാട് വർഷങ്ങൾ ഉണ്ടായതുകൊണ്ട് അവിടുത്തെ ആട്ട ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ ആട്ടയ്ക്ക് കിട്ടാറില്ല. അപ്പൊ ഞാൻ പറയുമ്പോൾ ആള് വരുമ്പോൾ ഞാൻ പറയും വരൂ, ആള് വരും. പക്ഷെ വന്നു, ആട്ട മാത്രമല്ല എല്ലാം വന്നു, എവറിത്തിങ്. ഓക്കെ, സോ ഒരു മറ്റ് പ്രൊഡക്റ്റുകളും നമ്മുടെ ഷോപ്പിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അത് നമ്മുടെ ബിസിനസിന്റെ ഒരു ലെവൽ കൂട്ടാൻ സഹായിക്കും. ഒരു 30 ദിവസത്തെ പ്രൊഡക്റ്റ് ബൈബാക്ക് പോളിസി ഉണ്ട്, പലർക്കും അറിയില്ല. ഒരു കസ്റ്റമർ 2 സോപ്പ് കൊണ്ടുപോയി, അയാൾക്ക് ഒരു സോപ്പ് ഉപയോഗിച്ചു, ഇഷ്ടമായി തോന്നിയില്ല. ഉപയോഗിച്ച സോപ്പ് തിരിച്ചെടുക്കാനല്ല, പക്ഷെ 30 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് മറ്റേ സോപ്പ് വേണമെങ്കിൽ റിട്ടേൺ ചെയ്യാൻ ഒരു പോളിസി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കമ്മീഷൻ 3rd മന്തിൽ കിട്ടുന്നത്. 3ാമത്തെ മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിൽ കിട്ടാമായിരുന്നു. പ്രൊഡക്റ്റ് ബൈബാക്ക് പോളിസി നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ടാണ് 3rd മന്തിൽ കമ്മീഷൻ തരുന്നത്. ഓക്കെ, ഡെലിവറി സിസ്റ്റം, ഹോം ഡെലിവറി, അതിനെക്കുറിച്ച് മൂർത്തി സാർ ചെറിയൊരു സെഷൻ നമുക്ക് തരും. 2 ലക്ഷം ഹോം ഡെലിവറി എന്ന് വെച്ചാൽ ഒരു കസ്റ്റമറെ വീട്ടിലേക്ക് നേരിട്ട് സാധനങ്ങൾ എത്തിക്കുക. 2 ലക്ഷത്തിന്റെ ഹോം ഡെലിവറി ചെയ്താൽ 4% കിട്ടും, ഏകദേശം 8,000 രൂപ എക്സ്ട്രാ കിട്ടും. കസ്റ്റമറുടെ ബെനിഫിറ്റ് എന്താ? അയാൾക്ക് സമയ ലാഭം, പെട്രോൾ ലാഭം. എന്തായാലും വരാൻ വേണ്ടി വണ്ടി വേണം. ഓക്കെ, അടുത്ത 2 ലക്ഷത്തിന് 2%, പിന്നെ 1%. ഇതിൽ ചെറിയൊരു ചേഞ്ചസ് ഉണ്ട്, അത് മൂർത്തി സാർ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ പറഞ്ഞു തരും കേട്ടോ. എന്തായാലും ഒരു 2 ലക്ഷത്തിന്റെ മിനിമം നമുക്ക് എന്ത് കിട്ടും? 4% കിട്ടും, 8,000 രൂപ എക്സ്ട്രാ.
അപ്പൊ 10-14,000 രൂപ വരെ കിട്ടാനുള്ള ഒരു അവസരം ഉണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതെങ്ങനെയാന്നുള്ളത് മുൻസാർ പറഞ്ഞുതരും. സോ ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നേരിട്ട് നമ്മുടെ ഷോപ്പിലെത്തും. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വേണ്ട. ഇപ്പൊ ബൾക്കായുള്ള പ്രൊഡക്റ്റിൽ ആർട്ടി പോലും നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാൻ പറ്റില്ല. കമ്പനിയിൽ നിന്ന് നേരിട്ട് വരുമ്പോൾ കീസോൾ ഐറ്റംസ് ഒക്കെ വരും. 2-2.5% നമുക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ആവറേജ് വരാറുണ്ട്. അപ്പോ ഈ ഓൺലൈൻ ഓർഡറിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? അതൊന്നും കൊടുക്കണ്ട, അത് ലാഭമാണ്. അപ്പൊ ചെലവ് ചുരുക്കാനുള്ള ഒരു വഴി കൂടി നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. എല്ലാ ഷോപ്പുകളും RCMന്റെ കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ്, ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. ആർക്ക് വേണമെങ്കിലും അവിടെ ബിസിനസ് ചെയ്യാം. സോ എനിബഡി ക്യാൻ ഡെവലപ്പ് ദ ബിസിനസ് ദേ. ആൻഡ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവർക്കും ഈക്വൽ സർവീസ് കൊടുക്കുക. ചില ഏരിയയിൽ എന്നോട് പല കസ്റ്റമർ ചോദിച്ചപ്പോൾ കോഴിക്കോട് ഏത് ഷോപ്പിലാണ് ചില ഞാൻ അവിടുത്തെ ഏറ്റവും നല്ല ഷോപ്പ്, ഏറ്റവും നല്ല സർവീസ് കൊടുക്കുന്ന ഷോപ്പിന്റെ പേര് പറയാം, അവിടെ പൊക്കോളാൻ പറയും. ഇപ്പൊ തൃശ്ശൂർ ഏത് ഷോപ്പാ പറയും, ഞാൻ തൃശ്ശൂരിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഏറ്റവും നല്ല സർവീസ് കൊടുക്കുന്ന ഷോപ്പിൽ ചെല്ലാൻ പറയും. കാരണം അവര് നമുക്ക് വേണ്ടതിന് വി വാണ്ട് മോർ കസ്റ്റമർ ബേസ്. സോ എല്ലാവർക്കും ഈക്വൽ സർവീസ് കൊടുക്കുക. അവിടെ അനാവശ്യമായ ഒരു ലൂസ് സ്റ്റോക്ക്, ഏറ്റവും കൂടുതൽ ലൂസ് സ്റ്റോക്ക് നടക്കുന്നത് ഈ ഷോപ്പുകളിലാണ്. അതായത് ക്രോസ് ലൈൻ തമ്മിലുള്ള ലൂസ് സ്റ്റോക്ക്, അപ്പ് ലൈനും ഡൗൺ ലൈനും തമ്മിൽ ആകെ പ്രശ്നങ്ങൾ ഒന്നും വേണ്ട. അവിടെ എപ്പോഴും ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ. നമ്മൾ അമ്പലത്തിൽ നിന്ന് ബഹളം കൂട്ടാറില്ല, അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ ചെന്നിട്ട് ആരും ബഹളം വെക്കാറില്ല. അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഒരു PUCയുടെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ കാല് കൈകൊണ്ട് നിലത്ത് തൊട്ട് വന്നിച്ചിട്ട് ഉള്ളിൽ കയറുന്നതാണ് നല്ലത്. ഒരു അമ്പലം തന്നെയാണ് അത്, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ പരിശുദ്ധി നൽകുന്ന ഒരു അമ്പലമാണ്, അല്ലെ? ഒരു ദേവാലയമാണ്. ആ രീതിയിൽ നമ്മൾ എടുത്താൽ മതി. അവിടെ നോ ലൂസ് ടോക്ക്, നോ നെഗറ്റീവ് ടോക്ക്. സോ ഈക്വൽ സർവീസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടീം. ടീം ലീഡർ ആരാണ്? അവരുടെ ടീമിൽ ആ ടീമാണ്, ഈ ടീമാണ്, ഒന്നും വേണ്ട, എല്ലാവർക്കും കൊടുക്കാം. ഞാൻ പറഞ്ഞു 24% ബെനിഫിറ്റ് എനിക്ക് കിട്ടിയത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയത് ഓരോ ലെവൽ അനുസരിച്ചാണ്. മറ്റുള്ളവർ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ മറ്റുള്ളവരല്ല, ലോകം മുഴുവൻ ഈ ബിസിനസ് നടക്കട്ടെ. അതുകൊണ്ടാണ് RCMbusiness.com നിന്ന് RCMworld.com മാറിയത്. സോ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബിസിനസ് കൊണ്ടുവരും, അല്ലെ? നല്ല സർവീസ് എവിടെ കിട്ടുന്നു അവിടെയൊക്കെ ആളുകൾ ചെല്ലും. ആലുവയിൽ ഒരു വണ്ടർ വേൾഡ് ഉണ്ട്, ദ ബെസ്റ്റ് സർവീസ്. അവിടെ പോയ എല്ലാവരും എന്താ സർവീസ്. അപ്പൊ ആളുകൾ ഇടിച്ചു കയറും, സെയിൽ കൂടും, ലക്ഷങ്ങളുടെ ടേൺ ഓവർ വരും. എവിടെ ബിസിനസ് മോശമാകുന്നു, അവിടെ സർവീസ് മോശമാണ്, അല്ലെങ്കിൽ കസ്റ്റമർ ഡീലിംഗ് മോശമാണ്. അത്രേ ഉള്ളൂ. പ്രൊഡക്റ്റ് എല്ലായിടത്തും ഒരേ പ്രൊഡക്റ്റ്, ഒരേ സിസ്റ്റം, ഒരേ പ്ലാൻ, ഒരു വ്യത്യാസവും ഇല്ല. ബിസിനസ് മോശമാകുന്നത് നമ്മളാണ് അതിന്റെ ഉത്തരവാദി. സോ ഇനി ഒരു PUC ഓണർക്ക് കമ്പനി ചെലവിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതല്ല RCMനെ ലക്ഷ്യം ഒരു ഷോപ്പ് നടത്തി എന്ന് കുറച്ച് വരുമാനം 10 ലക്ഷം അല്ലെങ്കിൽ 10,000 കിട്ടുമെന്നുള്ളതല്ല. ഇതിലൂടെ നമുക്കൊരു ഹ്യൂജ് ടേൺ ഓവർ ഉണ്ടാക്കി, നമുക്കൊരു വലിയൊരു ടീം ഉണ്ടാക്കി, ഒരു സെക്യൂരിറ്റി, ലൈഫ് ലോങ് അല്ല ജനറേഷൻ ലോങ് സെക്യൂരിറ്റി ഉണ്ടാക്കാനുള്ള ഒരു അവസരം നമുക്ക് RCM നൽകുന്നുണ്ട്. അതാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. എനിക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ഗോപകുമാർ സാർ ഒരിക്കലും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനത് പ്രത്യേകം ഓർക്കുകയാണ്. നിങ്ങളൊരു ഷോപ്പ് തുടങ്ങി, ഷോപ്പ് നമ്മുടെ ബിസിനസിനെ ഫാസ്റ്റ് ആയിട്ട്, ഒരു മരത്തിൽ കയറാൻ തന്നെ നമുക്കൊരു മരത്തിന്റെ കമ്പുമ്മ പിടിച്ച് കയറാം, അല്ലെങ്കിൽ അതിന്റെ തടിമ പിടിച്ച് കയറാം, അല്ലെങ്കിൽ ഒരു ഏണി അല്ലെങ്കിൽ കോണി വെച്ചിട്ട് കയറാം. ആ കോണി വെച്ച് കയറാൻ ഒരു എളുപ്പ വഴിയാണ് PUC. സോ അദ്ദേഹം പറഞ്ഞ കാര്യം, നിങ്ങളൊരു 3-4 വർഷം നിങ്ങൾ ഷോപ്പ് നടത്തി നിങ്ങളൊരു നല്ല ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾ ഡൗൺലൈൻ ആ ഷോപ്പ് ഹാൻഡ് ഓവർ ചെയ്യൂ. അതും കെട്ടിപ്പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടത് ടീം വർക്കാണ്. ഇന്ത്യയിലെ വളരെ നിസ്സാര ആള്, ഇന്ത്യയിലെ കാര്യം വിട്, കേരളത്തിലെ 0.5% ആളുകൾ പോലും RCM കേട്ടിട്ടില്ല. 3,20,25 ലക്ഷം ആളുകളുണ്ട്. പ്രായപൂർത്തിയായ 2 കോടിയിലധികം ആളുകളുണ്ട്. 1 ലക്ഷം ആളുകൾ പോലും RCMനെ ആക്റ്റീവായിട്ട് വന്നിട്ടില്ല. ഇത്രയും പൊട്ടൻഷ്യൽ കിടക്കാണ്. അത് നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്താൽ തൃശ്ശൂരിലെ ഒരു മോഡറേറ്റ് ടൈപ്പുള്ള ഒരു നമ്മുടെ സൂപ്പർ മാർക്കറ്റിന്റെ സെയില് ഒരു ദിവസം 10 ലക്ഷം. എന്തുകൊണ്ട് നമുക്കത് പ്ലാൻ ചെയ്തിട്ടില്ല? ഇത്രയും നല്ല പ്രൊഡക്റ്റുകൾ, വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റുകൾ നമുക്കുള്ളപ്പോൾ ഇതിനാണ് പറയുന്നത് നമ്മൾ വായ തുറക്കണം. വായ തുറന്നാൽ പിന്നെ അടക്കരുത്. ഓക്കെ, 2 തവണ വായ തുറക്കണം എന്നാണ് പറയാം. എന്തിന്? ഒന്ന് RCM ഉൽപ്പന്നങ്ങൾ കഴിക്കാൻ വേണ്ടി വായ തുറക്കുക, പിന്നെ അത് നല്ലതാണെന്ന് പറയാൻ വേണ്ടി വായ. സോ കൺസിഡർ ഇറ്റ് ആസ് യുവർ ഓൺ ബിസിനസ്. ആൻഡ് ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു ഷോപ്പ് ഓണർക്ക് ഒരു ബിസിനസ് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഈ 3 കിലോമീറ്റർ എന്നത് പണ്ടത്തെ കൺസെപ്റ്റ് ഇപ്പൊ ഇല്ലാതെ കമ്പനി അത് മാറ്റിയിരിക്കുന്നു. കമ്പനിയുടെ ആവശ്യം എന്താണ്? നമ്മുടെ ആവശ്യം എന്താണ്? ബിസിനസ് വളരെ കൂടുതൽ ഷോപ്പുകൾ വരുമ്പോൾ കൂടുതൽ ടേൺ ഓവർ ഉണ്ടാവുകയാണ് ചെയ്യുക. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. കൺസിഡർ ഇറ്റ് ആസ് യുവർ ഓൺ ബിസിനസ്. ഇത് നിങ്ങളുടെ ബിസിനസ് ആണെന്ന് മനസ്സിലാക്കി അതിനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് എടുക്കാൻ സാധിച്ചാൽ നോ ഡൗട്ട് സക്സസ് ഗ്യാരണ്ടീഡാണ്. കാരണം ഞാനൊരു ഷോപ്പാണ് ആദ്യം തുടങ്ങിയത്. ഷോപ്പിൽ കുറച്ചു കാലം ഇരുന്നപ്പോൾ ഒരു സീനിയർ ലീഡർ, ഇന്ന് അദ്ദേഹം RCMലില്ല, അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, രാൻ സാറേ ഈ കടയിൽ ഇരുന്നുകൊണ്ട് ബിസിനസ് വരില്ല. അന്ന് ഞാൻ കട വിട്ടതാ. മാസത്തിൽ 2 തവണയെ പോകുള്ളൂ. നമ്മളെ കടയും കെട്ടിപ്പിടിച്ചിരിക്കേണ്ട, അവിടെ നല്ല കഴിവുള്ള ഒരാളെ വെച്ചാൽ അവർ കാര്യങ്ങൾ ചെയ്തോളും. ഒരു ട്രാക്കിൽ കയറ്റുക. ആദ്യത്തെ ഒരു 5-6 മാസം ട്രാക്കിൽ കയറാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഞാൻ ചെയ്ത് എന്റെ ജീവിതത്തിലെ എന്റെ RCM ലൈഫിലെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു
കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടല്ല സംസാരിച്ചത്, നിങ്ങളുടെ ഓരോരുത്തരുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് സംസാരിച്ചത്. ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ബിസിനസ് വളരെ ഓൺലി സ്കൈ ഇസ് ദ ലിമിറ്റ്, ആകാശമാണ് അതിർത്തി, അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇറ്റ്സ് യുവർ ഓൺ ബിസിനസ്, ഇത് നമ്മുടെ ബിസിനസ് ആണെന്ന് ചിന്താഗതിയിൽ വർക്ക് ചെയ്യുക. എല്ലാവരും